നിങ്ങൾ ഓഫീസിൽ തിരക്കിട്ട് പണിയെടുക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോൾ വരുന്നു. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ 5 ലക്ഷം രൂപയുടെ ലോൺ ലഭിക്കും. അധിക പേപ്പർ വർക്കുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകില്ല. എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് സമയം മതി. ഇത്തരം മെസ്സേജുകൾ ദിവസേന കാണുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകളും. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇങ്ങനെയൊക്കെ ലോൺ ലഭിക്കുമോ എന്ന സംശയം ഇപ്പോൾ പലർക്കും ഉണ്ടാകാം. എന്നാൽ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പരിചയക്കാർക്ക് ഇതുവഴി ലോണുകൾ ലഭിച്ചു എന്നറിഞ്ഞാൽ പലർക്കും ഇത്തരം ലോൺ ആപ്പുകൾ വഴി ലോണുകൾ എടുക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും. എന്നാൽ ആ ആത്മവിശ്വാസത്തോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. ലോൺ ആപ്പുകളുടെ കെണിയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പ്രധാന ചർച്ച. ലോൺ ആപ്പ് ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ 7 പേർ ആത്മഹത്യ ചെയ്തതായാണ് പോലീസ് റിപ്പോർട്ട്. ജീവൻ നഷ്ടപ്പെട്ടവരും ഭീഷണി മൂലം നാടുവിട്ടവരുടെയും വാർത്ത ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. എന്നാൽ എന്താണ് ഈ ലോൺ ആപ്പുകൾ എന്ന് പലർക്കും അറിയില്ല. ഒരു ബാങ്ക് സന്ദർശിക്കാതെ തന്നെ ഉപയോക്താക്കൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഡിജിറ്റലായി ലോണുകൾക്ക് അപേക്ഷിക്കാനും നേടാനും അനുവദിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ലോൺ ആപ്പുകൾ. ഡിജിറ്റൽ ലോൺ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോർ, ആപ്പിൾ സ്റ്റോർ എന്നിവയിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കാൻ കോഡ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഇവിടെ നിന്നും ഉപയോക്താക്കൾക്ക് ലോണായി പണം ലഭിക്കാൻ ബാങ്കിൽ നൽകുന്നത് പോലെ അപേക്ഷകളോ ഈടുകളോ ഇല്ല. പകരം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ആധാർ, പാൻ എന്നിവയ്ക്കൊപ്പം യൂസർ പ്രൊഫൈൽ വിവരങ്ങൾ ഫില്ല് ചെയ്ത് നൽകിയാൽ മതി. തുടർന്ന് ഈ ആപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് റിയൽ ടൈം അപ്രൂവൽ ലഭിച്ചാൽ നിങ്ങൾക്ക് പണം ലഭിക്കും. നിരവധി ആളുകൾ ഇത്തരം ആപ്പുകൾ ഉപയോഗിച്ച് ലോണുകൾ എടുക്കുന്നുണ്ട്. എന്നാൽ ഇവ സാധാരണ ബാങ്കുകൾ നൽകുന്നതിൽ കൂടുതൽ പലിശയോ പിഴയോ നേരിടേണ്ടതായി വരുന്നു. അതീവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നാണ് ലോൺ ആപ്പുകൾ. പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ലൈവ് സെൽഫി, ഫോട്ടോ, സാലറി സ്ലിപ്പുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, KYC വെരിഫിക്കേഷൻ തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ ലോൺ ആപ്പുകൾക്കായി നൽകണം. എന്നാൽ അനധികൃത ലോൺ ആപ്പുകൾ വഴിയാണ് നിങ്ങൾ പണം എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോൺ കോൺടാക്റ്റ്, ഫോട്ടോസ്, ഫോൺ കോളുകൾ എന്നിവ നേടുന്നതിനുള്ള അനാവശ്യ അനുമതികൾ ചോദിക്കും. കൂടാതെ നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ നൽകാനും ആവശ്യപ്പെടും. ലോൺ ആപ്പുകളെ പൊതുവെ 2ആയി തരംതിരിക്കാം: നോൺ ബാങ്കിംഗ് ഫിനാൻസിംഗ് സ്ഥാപനങ്ങളുടെ ആപ്പുകളും ഇല്ലീഗൽ ആപ്പുകളും. ഇതിൽ നോൺ ബാങ്കിംഗ് ഫിനാൻസിംഗ് സ്ഥാപനങ്ങളുടെ ആപ്പുകളെ പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുന്നവയാണ്. കാരണം ഇത് റിസർവ് ബാങ്കിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ്. HDFC, ICICI ബാങ്ക്, ബജാജ് ഫിനാൻസ്, ടാറ്റ ക്യാപിറ്റൽ പോലുള്ളവ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ റെഗുലേറ്ററി ബോഡിയുടെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത ഇല്ലീഗലായി പ്രവർത്തിക്കുന്ന ആപ്പുകൾ ഉണ്ട്. ഈ ആപ്പുകൾ തട്ടിപ്പാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ ലോൺ നൽകുന്നതിന് പ്രത്യേകം ലൈസൻസ് വേണം. അത് നൽകുന്നത് റിസർവ് ബാങ്കാണ്. അങ്ങനെ അല്ലാതെ ലോൺ നൽകുന്ന എല്ലാ പരിപാടികളും ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്. ആപ്പ് നിയമപരമായി അംഗീകൃതമാണോ എന്നത് പരിശോധിക്കുക. പോളിസി, പലിശ നിരക്ക് വിലയിരുത്തുക. റിയലബിൾ റീപേയ്മെന്റ് ഓപ്ഷനുകളെക്കുറിച്ച് പരിശോധിക്കുക. അനാവശ്യ അനുമതികൾ ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇനിയും ഇത്തരത്തിൽ ഒരു ജീവനുകളും നഷ്ടപ്പെടാൻ ഇടവരുത്തരുത്.